രാവിലെ പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴാണ് ഓർക്കണം, അയ്യോ കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നില്ലല്ലാന്ന്. പിന്നെ കഞ്ഞിക്കലത്തിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും വൈകുമല്ലോ, അപ്പം ഞാൻ കരുതി എന്നാൽ കുക്കറിൽ പെട്ടെന്ന് ആക്കിയെടുക്കാമെന്ന്. അങ്ങനെ കുക്കറിൽ അരിയെല്ലാം കഴുകി വെള്ളമൊക്കെ ഒഴിച്ച് അടുപ്പത്തേക്ക് ആക്കിയിട്ടുണ്ട്. നമുക്കിന്ന് നോൻപായതുകൊണ്ടിട്ട് മീൻ കുറച്ചൊന്നും കൂട്ടാൻ പാടില്ല. അപ്പോൾ സാമ്പാറും പപ്പടവും വേണ്ട നമുക്കൊന്ന് ഉച്ചക്കത്തെ കറി. സാധാരണ ഞാൻ കുക്കറിൽ ചോറ് വെച്ച് കഴിയുമ്പോഴത്തേക്കും അതിൽ തന്നെ അടച്ചിടാറാണ് പതിവ്. പക്ഷേ ഇന്ന് നമുക്ക് പച്ചക്കറി വേവിക്കാനുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ ആ കുക്കർ ഒന്ന് ഒഴിച്ചെടുത്തത്. അങ്ങനെ പരിപ്പ് വെന്തതിലോട്ട് പച്ചക്കറികളൊക്കെ ചേർത്ത് സവോള, പച്ചമുളക്, വെളുത്തുള്ളി പൊടികളൊക്കെ ചേർത്ത് അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് നമുക്ക് ഈ കുട്ടിപ്പപ്പടം കണ്ട അതും കൂടെ വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നപ്പോഴത്തേക്ക് ഞാനൊരു കറച്ചട്ടിയിലോട്ട് മാറ്റിയിട്ട് അടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിനകത്തോട്ട് വാളംപുളിയും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. അതോടെ നല്ലതുപോലെ തിളച്ച് കുറുകി വരട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് വെണ്ടക്ക വഴറ്റി ചേർക്കാം. വെണ്ടക്ക വഴറ്റിയെടുത്ത് അതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ കൊണ്ടാട്ടമുളകും പപ്പടമൊക്കെ എല്ലാം വറുത്തെടുക്കുന്നത്. അങ്ങനെ സാമ്പാറിലേക്ക് വേണ്ട കടുകും കൂടെ വറുത്തിട്ടപ്പോഴത്തേക്കും നമ്മുടെ കറികളൊക്കെ ഏകദേശം റെഡി ആയിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടി എടുത്തേ. ആമി 2 കൈ കൊണ്ടിട്ടാണ് ചോറ് വാരി കഴിക്കണം, പത്രമല്ല കേട്ടോ.